റിജിൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഡി മണിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അത് രാവിലെ മുതൽ തുടങ്ങിയതാണ്. പിന്നീട് നമുക്കൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുന്നു, അയാളുടെ പ്രതികരണവും ലഭിക്കുന്നു. പക്ഷേ താൻ ഈ പറയുന്ന ഡി മണി അല്ല എന്ന് പറയുകയാണ്. മറ്റ് ചില പേരുകൾ, ബാലസുബ്രഹ്മണി എന്നൊക്കെയുള്ള പേരാണ് പറയുന്നത്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, താനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് SIT നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട്. കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും വിവരം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനം മാറുകയാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ? ശ്രീമതി അനുജ, യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ആളുകൾ മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ബഹുമാനീയ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം SIT കൊടുത്ത മൊഴി ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പ് ശബരിമലയിലെ കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ ശില്പങ്ങളിലെ സ്വർണ്ണങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോലും അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അവിടെ നിൽക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഇവരെടുത്തു കൊണ്ടുപോയിട്ടില്ല. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലുള്ള പുരാവസ്തു തട്ടിപ്പ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തു ഒക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഇതിന് മാഫിയ സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. ആ കാര്യത്തിനകത്ത് വളരെ കൃത്യമായ ഇടപെടൽ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരുടെ ഭാഗത്തു നിന്ന്, അതോടൊപ്പം ഉന്നതരായിട്ടുള്ള അന്നത്തെ മന്ത്രി കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള പിന്തുണയും പിൻബലവും ഒക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരത്തിലൊരു വലിയ കൊള്ള നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അതിൻ്റെ ഇപ്പോൾ ഈ പത്മകുമാറും അതോടൊപ്പം തന്നെ വാസു ഉൾപ്പെടെയുള്ള ആളുകളാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ പോലും അതിൻ്റേതായ അതിൻ്റെ ഗ്രാവിറ്റി എന്താണ്, ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം എവിടെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അയ്യപ്പൻ്റെ സ്വർണ്ണം എത്ര മോഷ്ടിക്കപ്പെട്ടു, അതെവിടെ കിടക്കുന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘം ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ പറയുന്ന സ്വർണം ഉരുക്കി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു, അതോടെ 10 പവൻ്റെ മാല അവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇത്രയും വരുന്ന കിലോ കണക്കിന് വരുന്ന സ്വർണം എവിടെയാണ്? അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുത്തോ, അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഇതൊക്കെ എടുത്തു മാറ്റി കൊടുത്തോ? ഇപ്പോൾ ശബരിമലയുള്ള സ്വർണം പോലും, ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ സംശയിക്കത്തക്ക രൂപത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യഘട്ടത്തിൽ കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ശക്തമായ അന്വേഷണം നടത്തി. പക്ഷേ ഉന്നതരായ ആളുകളിലേക്ക് ഇത് പോകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാക്കപ്പെടേണ്ട ആളുകളാണ്, അന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്. അങ്ങനെ ശങ്കർദാസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നറിഞ്ഞപ്പോൾ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ പിന്തുണയിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണുന്നതായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിനപ്പുറത്തേക്ക് ഇതിൻ്റെ മാനങ്ങൾ പുറത്തു വരുന്നില്ല. ആരാണ് ഡി മണിയെക്കുറിച്ച് പറഞ്ഞതാണ്, അന്താരാഷ്ട്ര ഒരു ഇത്തരത്തിലുള്ള കുറ്റവാളിയുടെ കയ്യിലേക്ക് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണവും അതോടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം ചെറുതായി കാര്യങ്ങളല്ല. ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഉന്നതരായ നേതാക്കന്മാർ, മുൻ MLA-മാരായി ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ ഇതിന് കൂട്ടുനിന്ന് ജയിലിൽ കിടക്കുമ്പോൾ ഇത് ചെറിയ മാനമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ വമ്പൻ സ്രാവുകളുണ്ട്. ആ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകണം. കോടതി കർശനമായ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഭാവി ഇനി മുന്നോട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തെ വഴിതിരിച്ച് വിടാൻ, അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് തങ്ങളുടെയിലേക്ക് ഇതെത്തും, അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാരിലേക്ക് ഇനിയും ഉന്നതരായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് ഈ അന്വേഷണം വീഴും എന്ന് അറിയുന്നതുകൊണ്ടാണ് പലതരത്തിലുള്ള കിംവദന്തികൾ പരത്തിക്കൊണ്ട് ഇവർ പോകുന്നത്. ഫോട്ടോ പ്രചരിപ്പിച്ചു, സോണിയാഗാന്ധിൻ്റെ അടുക്ക പോയി എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സോണിയാഗാന്ധിൻ്റെ അടുത്ത് പോയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.